Hello friends, ഇന്ന് നമുക്ക് SQL Serverലെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, SQL Serverൽ മെയിനായിട്ട് ടു ടൈപ്പ് ഓഫ് ഇൻഡെക്സസ് ഉള്ളത്. ഒന്ന് ക്ലസ്റ്റേർഡ് ഇൻഡെക്സും മറ്റൊന്ന് നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സും. ഓക്കെ, ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ ടേബിളിൻ്റെ ഡാറ്റ സോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിൻ്റെ ഓർഡറിലായിരിക്കും. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഇൻഡെക്സ് ഇല്ലാത്തൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ടേബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കസ്റ്റമർ എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് പ്രത്യേകിച്ച് കീസോ ഒന്നും ഇല്ല, പ്രൈമറി കീ അല്ലെങ്കിൽ മറ്റുള്ള ഫോറിൻ കീ ഒന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒരു ടേബിൾ. ഓക്കെ, കസ്റ്റമർ എന്നുള്ള ടേബിളിൽ കസ്റ്റമർ ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, പ്ലേസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇതിലേക്ക് ഡാറ്റാസ് റാൻഡമായിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. അതായത് ഇതിലേക്ക് ഫസ്റ്റ് വരുന്ന ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ കസ്റ്റമർ ഐ ഡി ആണ്, പിന്നെ രണ്ടാമത്തെയാണ്, തേർഡ് വൺ 3 ആണ്. ഓക്കെ, നമ്മൾ അൺഓർഡർ ആയിട്ട് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ടേബിളിൽ ഉള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റയുടെ അതേ ഓർഡറിലായിരിക്കും. കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് 4th ആണ്, സെക്കൻഡ് കസ്റ്റമർ ഐ ഡി ആണ്, തേർഡിൽ തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ നമ്മൾ എന്താണോ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെയാണ് ഈ ടേബിളിൽ ഡാറ്റാസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ പ്രത്യേകിച്ച് ഇൻഡെക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് ഒരു ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോഴൊക്കെ SQL സെർവറിന് പ്രത്യേകിച്ചൊരു ആനുകൂല്യം കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ടേബിളിലുള്ള റോസ് അൺഓർഡേഡ് ആണ്. ഓക്കെ, ഏതൊരു ഓർഡർ എടുത്താലും അത് ഒരു പ്രത്യേക ഓർഡറിലൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ SQL സെർവറിൽ ഈ ക്വറികൾ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ സെലക്ട് സ്റ്റാഫ് ഫ്രം കസ്റ്റമർ ഐ ഡി = 1 എന്ന് പറയുമ്പോൾ SQL സെർവർ ചെക്ക് ചെയ്യണം, അത് ഓരോ 1 by row ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രത്യേകിച്ച് അതിൻ്റെ പൊസിഷനൊന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അൺഓർഡേഡ് ആകുമ്പോൾ. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ഈ ടേബിളിലേക്ക് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ജസ്റ്റ് ട്രൈ ചെയ്യാം. ടേബിൾസിൽ പോയി ടേബിൾസ് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതിൽ ഇൻഡെക്സസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഇൻഡെക്സ് കൊടുക്കാം. ന്യൂ ഇൻഡെക്സിൽ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആഡ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതിലൂടെ ആഡ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. നമ്മൾ ഇതിൽ കസ്റ്റമർ ഐ ഡി ആണ് നമ്മുടെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിൽ കീ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അടിച്ചു. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഇപ്പോൾ കണ്ടോ, ഇവിടെ തന്നെ ഒരു ഇൻഡെക്സ് കീ, അതായത് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് കീ ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കാണാത്ത റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഇട്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, കസ്റ്റമർ ഐ ഡിയുടെ അസെൻഡിങ് ഓർഡറിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു ഇൻഡെക്സിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ടേബിളിലെ ഡാറ്റ സെലക്ട് സ്റ്റാഫ് കസ്റ്റമർ എടുത്ത് ജസ്റ്റ് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. കണ്ടോ, ആ ടേബിളിന്റെ കസ്റ്റമർ ഐ ഡിയുടെ ഓർഡർ അനുസരിച്ച് ഡാറ്റ സോർട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് അതേ ഓർഡറിൽ കസ്റ്റമർ ഐ ഡി സോർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫെച്ച് ചെയ്യുമ്പോൾ SQL സെർവറിന് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഇതൊരു പർട്ടിക്കുലർ ഓർഡറിലാണ് ഡാറ്റ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ SQLന് ക്വറികളിൽ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നായിട്ട് ആ റോ ഫെച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് എന്താ നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റത്തെ പോയിന്റിൽ, അതായത് ഡാറ്റ വിൽ ബി ഓർഡേർഡ് ഇൻ ദ ഫിസിക്കൽ ഓർഡർ ഓഫ് ദ ടേബിൾ. അതായത് നമ്മളൊരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ടേബിളിൻ്റെ
അതിൻ്റെ ഓർഡർ വരുന്നത് അതിൻ്റെ ആ കോളത്തിൻ്റെ ഫിസിക്കൽ ഓർഡറാണ്. ഓക്കെ, ഫിസിക്കൽ ഓർഡറിലാണ് ആ ഡാറ്റ സോർട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത്, വെൻ വി ക്രിയേറ്റ്, നമ്മളൊരു പ്രൈമറി കീ വെച്ചിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സെയിം സ്ട്രക്ചർ. ഓക്കെ, കസ്റ്റമർ. ഓക്കെ, ഇവിടെ അത് കീ എന്താ വെച്ചാൽ പ്രൈമറി കീ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. സെയിം സ്ട്രക്ചർ ആണ്. ഓക്കെ, എക്സിക്യൂട്ട് ആയി. നമ്മൾ ഇതേമാതിരി ഇതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സെയിം ഓർഡറിൽ തന്നെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതെല്ലാം കസ്റ്റമർ വ്യൂ ആണ്. ഡാറ്റ 5 റോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ക്വറിയിൽ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. കണ്ടോ, ടേബിളിലേക്ക് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് 4 അൺഓർഡേഡ് ലിസ്റ്റിലായിട്ടാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ടേബിളിലെ ഡാറ്റ കിടക്കുന്നത് കണ്ടോ, 1 2 3 4 5 6. അതായത് നമ്മൾ ടേബിളിൽ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ക്ലസ്റ്റേഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കസ്റ്റമർ ന്യൂ എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിസൈനിൽ പോയി നോക്കിയാൽ നമുക്കത് പ്രൈമറി കീ ആണോ എന്ന് അറിയാൻ പറ്റും. കണ്ടോ, ആ ടേബിളിൽ പ്രൈമറി കീ ഉണ്ട് അല്ലേ, പ്രൈമറി കീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ടേബിളിലെ ഇൻഡെക്സസ് ഒന്ന് നോക്കാം. കണ്ടോ, പ്രൈമറി കീ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ്, ക്ലസ്റ്റേഡ് ഇൻഡെക്സ് ആണ്. നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് നോക്കാം. കണ്ടോ, കസ്റ്റമർ ഐ ഡിയുടെ അസെൻഡിങ് ഓർഡറിൽ ഒരു ക്ലസ്റ്റേഡ് ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കലി പ്രൈമറി കീ കൊടുക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതായത് when we create a primary key, then automatically clustered index will be created. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൈമറി കീ ഒരു ടേബിളിൽ ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടേബിളിന്റെ ഓർഡർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ പ്രൈമറി കീയുടെ കോളത്തിന്റെ ഓർഡറിലായിരിക്കും ടേബിളിൽ ഡാറ്റ ഉണ്ടാവുക. ഓക്കെ, ഈ ടേബിൾ ക്യാൻ ഹാവ് ഓൺലി 1 clustered index. ഓക്കെ, അതും ക്ലിയർ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ടേബിളിൽ എത്ര പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു ടേബിളിൽ ഒറ്റ പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ടേബിളിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ഒരു സിംഗിൾ ഓർഡറിൽ മാത്രമേ നമുക്ക് ഒരു ടേബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഓർഡറുകളിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ടേബിളിൽ ഒറ്റ ക്ലസ്റ്റേഡ് ഇൻഡെക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേണമെച്ചാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഇത് ക്വറി ത്രൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ക്ലസ്റ്റേഡ് ഇൻഡെക്സ്. ഓക്കെ, ക്വറി ത്രൂ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാച്ചാൽ ക്രിയേറ്റ് clustered index കസ്റ്റമർ നെയിം. നമ്മൾ ഇവിടെ നമ്മൾ പറയേണ്ടത് വെച്ചാൽ ക്ലസ്റ്റേഡ് ഇൻഡെക്സിന്റെ നെയിമിംഗ് ആണ്. നമ്മൾ ഇതിന്റെ നെയിമിംഗ് കൺവെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് IX അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നോക്കാം. IDX ഇൻഡെക്സ് സൂചിപ്പിക്കാൻ ഫിക്സ് കൊടുക്കുന്നത് മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് ടേബിൾ നെയിം പറഞ്ഞു നോക്കാം. ടേബിൾ നെയിം കസ്റ്റമർ നെയിം. ഓക്കെ, പിന്നെ നമുക്ക് ആ കോളം ഏതാണെന്ന് പറഞ്ഞു. നമ്മുടെ കോളം കസ്റ്റമർ ID ആണ്. ഓക്കെ, ജസ്റ്റ് നെയിമിംഗ് കൺവെൻഷൻ ജസ്റ്റ് കൊടുക്കുന്നത് മാത്രം. എന്നിട്ട് നമുക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടേബിൾ നെയിം പറയാം, കസ്റ്റമർ നെയിം. ഓക്കെ, ബ്രേസിൽ നമുക്ക് ഇതിന്റെ
കസ്റ്റമർ ഐ ഡിയുടെ കോളം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാം. അത് ഇൻഡെക്സ് ചെയ്യുന്ന കോളം ഏതാണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഓൾറെഡി ഒരു ക്ലസ്റ്റേഡ് ഇൻഡെക്സ് ഉണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കണ്ടോ, cannot create more than one clustered index on a table customer. ഇതിൽ കൂടുതൽ ക്ലസ്റ്റേഡ് ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് നെയിം വെച്ചിട്ട് നോക്കി നോക്കാം. അതും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ക്ലസ്റ്റേഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന് ഒറ്റ ഫിസിക്കൽ ഓർഡർ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒറ്റ ക്ലസ്റ്റേഡ് ഇൻഡെക്സ് നമുക്ക് ഒരു ടേബിളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ഗൈസ്, താങ്ക് യു.